ഹായ് ഓൾ. കേരള PSC ഓഗസ്റ്റ് മാസം നടത്താനിരിക്കുന്ന എക്സാമുകളുടെ ഒരു കലണ്ടർ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ആക്കിയവർക്ക് അല്ലെങ്കിൽ ആക്കിയവർ അപ്ലൈ ചെയ്തിട്ടുള്ളൊരു എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഗവൺമെൻറ് പോളിടെക്നിക് ലെക്ചറിൽ അധ്യാപകരാകാനുള്ളൊരു പോസ്റ്റാണ് അല്ലെ പരീക്ഷയാണ്. അപ്പോൾ എന്തായാലും ആ ഒരു പരീക്ഷയുടെ നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു പരീക്ഷയാണ്, നമ്മളെല്ലാം വളരെ കാര്യമായിട്ട് തന്നെ നോക്കിയിരിക്കുന്ന ഒരു പരീക്ഷയാണ്. ആ ഒരു പരീക്ഷയുടെ ഡേറ്റ് വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക, 29/8/2025 ഈ പരീക്ഷ. ഓക്കെ, അതായത് ഓഗസ്റ്റ് മാസം ലാസ്റ്റിലാണ് ഈ ഒരു പരീക്ഷ വരുന്നത്. അത് കൺഫർമേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്നാണ് 11/6/2025. ഈ ജൂൺ 11 മുന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക, കൺഫർമേഷൻ കൊടുക്കുക. പക്ഷേ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യരുത്. നിങ്ങളുടെ പ്രൊഫൈലിൽ ഇപ്പം മെസ്സേജ് വന്നു തുടങ്ങിയിട്ടുണ്ടല്ലേ, അതിനുള്ളൊരു ഓപ്ഷൻ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, എത്രയും നേരത്തെ തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഓൾറെഡി ഒരു 100 ഡേ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് അനൗൺസ് ചെയ്തിരുന്നു, ഒരു വെബിനാർ ഞാൻ അനൗൺസ് ചെയ്തിരുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു എക്സാം ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ സ്ലോട്ടിലേക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഓഗസ്റ്റിലെങ്കിലും വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. കാര്യം ആദ്യത്തെ മാസം വരുമെന്ന് പ്രതീക്ഷിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ ഒന്ന് പ്രിപ്പയർ ആവാൻ പറ്റുമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ എന്തായാലും ഓഗസ്റ്റിൽ തന്നെയാണ് ഈ ഒരു എക്സാം വന്നിരിക്കുന്നത്. പക്ഷേ ഓഗസ്റ്റ് ലാസ്റ്റ് ആണെന്നുള്ളത് നമുക്ക് അവിടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഓക്കെ, ഒരു 90+ ഡേയ്സ് നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ ഈ 90 ദിവസം സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് മറ്റുള്ള സമയങ്ങളൊക്കെ കുറച്ച് ഈ ഒരു എക്സാം പ്രിപ്പറേഷന് വേണ്ടി എടുത്തിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാനും അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിൽ തന്നെ ഇടം നേടാനും സാധിക്കും. നമ്മൾ ഈ ഒരു എക്സാം ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ അഡ്വാൻറ്റേജ് ആണ്, അല്ലെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു എക്സാം ലാസ്റ്റ് നമ്മൾ എങ്ങനെ അത് ഫിനിഷ് ചെയ്യുന്നു എന്നുള്ളത്. ലാസ്റ്റ് 3 months എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, ആ സമയത്ത് ഏറ്റവും നല്ലപോലെ ആരൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അവർക്കാണ് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടുന്നത് എന്നുള്ളതും ഒരു വാസ്തവമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതുവരെയും ഒന്ന് കാര്യമായിട്ട് പ്രിപ്പറേഷൻ നിങ്ങൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മൾക്ക് ഒരു ഈ ഒരു 90 ഡേയ്സ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുമ്പിലോട്ട് വരാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, പിന്നീട് ഉള്ളൊരു കാര്യം, നമുക്കിതിനിടയ്ക്ക് ഒരു PWD AE എക്സാം വരുന്നുണ്ടല്ലേ. നിങ്ങൾക്ക് PWD അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എക്സാമും വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുറേ പേരെങ്കിലും ആ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഈ പോളിടെക്നിക് ലെക്ചറിൻ്റെ സിലബസ് നമുക്കൊരു 2-3 ഡേയ്സിനുള്ളിൽ വരും. ആ ഒരു സിലബസ് വരുന്നതനുസരിച്ച് ഈ PWD AEയുടെയും പോളിടെക്നിക് ലെക്ചറിൻ്റെയും സിലബസ് നോക്കിയിട്ട് ഇതിൽ കോമൺ ആയിട്ട് ഏതെങ്കിലുമൊക്കെ സബ്ജക്റ്റുകൾ വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ആ കോമൺ ആയിട്ട് വരുന്ന സബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സിലബസ് കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നേരത്തെ പഠിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 2 എക്സാമിനോട് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ നമ്മളൊരു ഐഡിയ തന്നിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സിലബസ് വരുന്നതനുസരിച്ച് നിങ്ങൾക്കൊരു പ്രോപ്പർ ഗൈഡൻസ് ആ കാര്യത്തിൽ നമുക്ക് തരാൻ സാധിക്കും. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്കത് ആവശ്യമാണ്. കാര്യം ഈ 2 എക്സാമിനും നമ്മൾ കാര്യമായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ്, ഒരേ ക്വാളിഫിക്കേഷന് വരുന്നതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് നമ്മളൊരു പ്രോപ്പർ ഐഡിയ നിങ്ങൾക്ക് അവിടെ തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളും ഇതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. ഈ 2 എക്സാമിനൂടെ നമുക്ക് ഒരുമിച്ച് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് നോക്കാം. അതെല്ലാം സിലബസ് വരുന്നതനുസരിച്ചായിരിക്കും. ബേസിക് സബ്ജക്ട്സ് ഉണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സബ്ജക്ട്സ് ആഡായി വരുന്നുണ്ടോ എന്നുള്ളതനുസരിച്ചായിരിക്കും ഇത് വരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു എക്സാമിൻ്റെ പ്രിപ്പറേഷൻസ് വരുമ്പോഴത്തേക്കിന് ഇപ്പോൾ എയ്ക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ ഈ 2-3 ദിവസം നിങ്ങൾ ഒത്തിരി കൺഫ്യൂസ്ഡ് ഒന്നും ആവണ്ട. നിങ്ങൾ അതിനുവേണ്ടി മര്യാദയ്ക്ക് പ്രിപ്പയർ ചെയ്യുക. സിലബസ് വരുന്നതനുസരിച്ച് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അടുത്തായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 90 ഡേയ്സ് നമുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം അല്ലേ. പ്രോപ്പറായിട്ട് സ്മാർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്തെടുക്കണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഏണസ്റ്റ് അക്കാഡമിയിൽ നിങ്ങൾക്കായിട്ട് ഒരു 90 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ബേസ്ഡ് ബാച്ചാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഒരു 90 ഡേയ്സിൽ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാവുന്ന രീതിയിലൊരു സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തുള്ളൊരു ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ ഈ സിലബസ് എല്ലാം കവർ ചെയ്യുന്നു, അതുപോലെ റിവിഷൻ നടത്തുന്നു, ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് കാണുന്നു, എക്സാമുകൾ അറ്റൻഡ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ 90 ഡേയ്സിനിടയ്ക്ക് നടക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളൊരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യും. അപ്പോൾ അതിൽ നിങ്ങൾക്കിപ്പം എന്തൊക്കെ അവൈലബിൾ ആണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് അവിടെ റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അതുപോലെ ഇപ്പോൾ റെക്കോർഡ് ക്ലാസ്സുകൾ ഒരു ദിവസം 2 ക്ലാസ് കാണുന്നു, അല്ലെങ്കിൽ 3 ക്ലാസ്സുകൾ കാണുന്നു. അതുപോലെ ഒരു 2-3 ദിവസം ക്ലാസ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനെ ബേസ് ചെയ്ത് ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് കാണും. അതുപോലെ നമുക്ക് MCQ ഡിസ്കഷനും കാണും. അതും നമുക്ക് ലൈവായിട്ടായിരിക്കും. ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട MCQ ഡിസ്കഷനും ലൈവായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യും. ഇത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോഡൽ ടെസ്റ്റുകളും മോക്ക് ടെസ്റ്റുകളും ഒക്കെ നമുക്ക് അവിടെ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ മോഡൽ ടെസ്റ്റുകളും മോക്ക് ടെസ്റ്റുകളും കാണും. അതുപോലെ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി കാണും. നിങ്ങൾക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നമ്മളൊരു മെൻറ്റർഷിപ്പിനെ തരും. വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക്
നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ചോദിക്കാനും നിങ്ങൾക്ക് ഡിസ്കഷൻസ് കൊണ്ടുവരാനും ഒക്കെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട്. അപ്പോൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി കാണും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ബാച്ചിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. വളരെ ഇൻറ്റൻസീവായിട്ട് പോകുന്ന ബാച്ചായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ പ്രിപ്പറേഷൻസ് തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ, നമ്മുടെ ആ ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അല്ലെ താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫിൽ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ, ഈ ഒരു എക്സാം എന്നല്ല കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, എപ്പോഴും പറയാറുള്ളതാണ് ഞാൻ, മാക്സിമം ക്വസ്റ്റ്യൻസ് കണ്ടുപോവുക. ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് നമ്മൾ പോവുക എന്നുള്ളതാണ്. നമ്മൾ കാണാത്തൊരു ക്വസ്റ്റ്യനും പരീക്ഷയ്ക്ക് കാണല്ലേ എന്നുള്ളൊരു വാശിയോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് കണ്ട് നമ്മൾ പോകണം. കുറേ ക്ലാസ്സുകൾ കണ്ട് മാത്രം പോയിട്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 3500-ലധികം ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷനും അടങ്ങിയ ഒരു ടെസ്റ്റ് സീരീസ് ആണ്. അതിൽ നമ്മൾ 15-ലധികം മോഡൽ എക്സാംസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് സീരീസ് മാത്രമായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് എന്താണ്, നമുക്ക് നമ്മളുടെ കണ്ടന്റുകൾ എപ്പോഴും നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിൽ എത്തിക്കാൻ ഉതകുന്ന രീതിയിലാണെന്നുള്ളതിന് തെളിവാണിത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് എക്സ്ക്യൂസസ് പറയാനൊന്നുമില്ല. നിങ്ങളുടെ മുമ്പിൽ പ്രോപ്പറായിട്ടൊരു ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. എത്ര സമയമാണ് നിങ്ങൾക്ക് മുമ്പിലുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു ഐഡിയ ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണ്ട സിലബസ് ആണ്. അത് 2-3 ദിവസത്തിനുള്ളിൽ ആ സിലബസും വരും. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? പ്രിപ്പറേഷൻ തുടങ്ങുക, പഠിക്കാൻ തുടങ്ങുക, അല്ലേ? മാക്സിമം ഫോക്കസ് കൊടുത്ത് ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കാൻ തുടങ്ങുക എന്നുള്ള കാര്യം മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ ഇനി ചെയ്യാനുള്ളത്. ഗവൺമെൻറ് പോളിടെക്നിക് ലെക്ചർ ആകാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ചെറിയ പോസ്റ്റൊന്നുമല്ല, എല്ലാവരും വളരെ ആഗ്രഹിക്കുന്നൊരു പോസ്റ്റാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ഹാർഡ് വർക്കും എഫേർട്ടും ഒക്കെ നമ്മൾ ഇട്ടേ പറ്റൂ. അതിന് നിങ്ങൾ ഇനിയും തയ്യാറാകുക, ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ പറഞ്ഞ ഡേറ്റ് മറക്കണ്ട, 11/6 മുന്നായിട്ട് നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കുക. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പല വെബിനാറുകളും, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ AE എക്സാമും ഈ പറഞ്ഞ പോളി എക്സാമും എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെന്നുള്ള വെബിനാറുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നതായിരിക്കും. ഫ്രീ ലൈവ് ക്ലാസ്സുകളൊക്കെ പ്ലാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ കാണുന്ന ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഒന്ന് അലേർട്ടായിട്ടിരിക്കുക, കോഷ്യസ് ആകുക, പ്രിപ്പറേഷൻസ് തുടങ്ങുക. പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കുറച്ചുകൂടി ഇൻറ്റൻസീവായിട്ട് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളുടെ സജ്ജീകരണങ്ങൾ നിങ്ങൾ തയ്യാറാക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.